الصلاة عليك يا رسول الله الصلاة والسلام عليك يا رسول الله قلب المدينة يا مدينة يا مدينة 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 صلاة السلام عليك يا رسول الله ചൊല്ലിക്കൊണ്ടേയിരിക്കൂ മനസ്സിന്റെ ദാഹം തീരുവോളം തെറ്റുകൾ ഇങ്ങനെ ഉതിർന്നുതിർന്ന് വീഴുവോളം തെറ്റുകളുടെ കറകളിൽ നിന്ന് നമ്മുടെ കൽബുകൾ ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ തിരു ഹബീബ് നമ്മെ നോക്കുന്നത് വരെ അവിടുന്ന് നമ്മെ മദീനയിലേക്ക് വിളിക്കുന്നത് വരെ മനസ്സറിഞ്ഞു ചൊല്ലൂ സ്വലാത്തു വസ്സലാമു അലൈക റസൂലല്ലാഹ് സ്വലാത്തു ഹബീബ് നമ്മെ കാണുന്നുണ്ടോ? അവിടുന്ന് സന്തോഷിക്കുന്നുണ്ടോ? അവിടുന്ന് പുഞ്ചിരിക്കുന്നുണ്ടോ? ഒരു പ്രവാഹം പോലെ ഈ സ്വലാത്തുകൾ ഇങ്ങനെ മദീനയിലേക്ക് ഒഴുകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യനുമങ്ങാണ്, ചന്ദ്രനുമങ്ങാണ്, നക്ഷത്രവുമങ്ങാണ്, പ്രകാശത്തിന്റെ സകല സ്രോതസ്സും അങ്ങു തന്നെയാണ് യാ റസൂലല്ലാഹ്. കിഴക്കൻ ചക്രവാളത്തിൽ കളഭകുടം ചാർത്തി ഉദയ സൂര്യൻ കടന്നു വരുമ്പോൾ അതങ്ങയുടെ പുഞ്ചിരിയുടെ ബഹിർസ്ഫുരണമാണ് യാ ഹബീബല്ലാഹ്. മേരി ഉൽഫത്ത് മദീനെ സേ യൂं ही नहीं मेरे आका का रोज़ा मदीने में, मेरे आका का रोज़ा मदीने में. मेरी उल्फत मदीने से यूं ही नहीं मेरे आका का रोज़ा मदीने में, मेरे आका का रोज़ा मदीने में, मेरे आका का रोज़ा मदीने में है. എന്റെ നേതാവിന്റെ റൗളയുള്ളത് ആ മദീനയിലാണ് എന്നതിലപ്പുറം മദീനയുടെ മഹത്വം എന്താണ്? പുരാതന കാലത്ത് യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കാർഷിക ഗ്രാമം, സെമിറ്റിക് വംശജരായ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന യസ്രിബ് എന്ന് പറയുന്ന ഒരു ഗ്രാമം എങ്ങനെയാണ് മദീനത്തുൻ നബി അൽ മദീനത്തുൽ മുനവ്വറ, തിരുപ്രവാചകരുടെ പ്രകാശിത നഗരി എന്ന് ചരിത്രത്തിൽ ഇടം നേടിയത്? കോടിക്കണക്കിന് ആശിഖീങ്ങളുടെ അവസാനത്തെ അഭയകേന്ദ്രമായി മദീന എന്ന പുണ്യനഗരി മാറാനുള്ള ഒരേ ഒരു കാരണം എന്താണ്? തിരു ഹബീബിന്റെ പവിത്രമായ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണാണത്. സ്വന്തം നാട്ടിൽ നിന്ന് കടന്നു വന്ന തിരുദൂതരെ ഹൃദയങ്ങളുടെ കവാടങ്ങൾ തുറന്നു വെച്ച് സ്വീകരിച്ച മണ്ണാണത്. തിരു ഹബീബിന്റെ റൗളയുള്ളത് അവിടെയാണ്. മേരെ ആകാ കാ റോസാ മദീനെ മേ, മേരെ आका का रोज़ा मदीने में, मैं मदीने की जानिब ने ऐसे खींचूं मेरे दीन और दुनिया मदीने में, मेरे दीन और दुनिया मदीने में. എന്റെ ദീനും ദുനിയാവും ഉള്ളത് മദീനയിലാണ്. ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും എന്നെ രക്ഷപ്പെടുത്തുന്നത് തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മദീനയിലേക്ക് ഹൃദയം തിരിച്ചവരാണ് നമ്മൾ.
മദീനയിലേക്കുള്ള ആത്മീയമായ ഈ സഞ്ചാരത്തിൽ സ്വലാത്തുകളുടെ പാഥേയമാണ് നമ്മുടെ സമ്പാദ്യം. ചലോ ദിയാരേ നബി കെ ജാനിബ് ദുറൂദ് ലബ് पर सजा सजा के सल्ला अलैका या रसूल अल्लाह वसल्लम अलैका या हबीब अल्लाह चलो सल्ला अलैका या रसूल अल्लाह वसल्लम अलैका या हबीब अल्लाह चलो दियारे नबी के जानिब दुरूद लब पर सजा सजा के सल्ला अलैका शब्दത്തിൽ ചൊല്ലിക്കോളൂ वसल्लम अलैका या हबीब अल्लाह ना उनके जैसा गनी है कोई ना उनके जैसा सखी है कोई ना उनके जैसा गनी है कोई वो बेवाओं को हर जगह से नवाजते हैं बुला बुला के या रसूल अल्लाह या हबीब अल्लाह तलअल बद्र अलैना मिन सनियातिल वदाई वजब शुक्र अलैना داعي لله داعي صلى عليك തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന എന്ന പുണ്യനഗരിയിലേക്ക് കടന്നു വരുന്ന സമയത്തെക്കുറിച്ച് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ എന്താണ്? എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ദിവസമാണത് എന്നാണ്. അദ്ദേഹത്തിന് അന്ന് വയസ്സുള്ളത് 10 വയസ്സ് മാത്രമാണ്. ഇവിടെ 50ഉം 60ഉം വയസ്സുള്ള ആളുകളില്ലേ, അവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ 10ാമത്തെ വയസ്സിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ? ഇല്ലെന്നായിരിക്കും മറുപടി. ഇനി ഓർമ്മയുണ്ടെങ്കിൽ തന്നെ അത് അത്രമേൽ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ച ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമോ അല്ലെങ്കിൽ ഏറ്റവും ദുഃഖകരമായ ഒരു നിമിഷമോ ആയിരിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 100ലേറെ വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച മഹാനാണ്. ആ മഹാനുഭാവൻ പറയുകയാണ്, എന്റെ ഈ 100 നൂറ്റാണ്ടുകാലം നിറഞ്ഞു നിൽക്കുന്ന പുരുഷായുസ്സിനിടയിൽ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കാത്ത ദിവസമാണ് യൗമുൻ ഖദിമ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരു ഹബീബ് മദീനയിലേക്ക് കടന്നു വന്ന ആ ദിവസം മദീനയിലുള്ള ഓരോ വസ്തുക്കളും ഇങ്ങനെ പ്രകാശിച്ചു പുഞ്ചിരിച്ചു മദീന എന്ന പുണ്യനഗരി പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ട ആ ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കുകയില്ല. സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മദീന എന്ന പുണ്യനഗരി എത്ര സുന്ദരമായ ഉദാത്തമായ ഒരു സമൂഹത്തെയാണ് വളർത്തിയെടുത്തത്. ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാർ മുത്തുനബി തങ്ങളെ സ്നേഹിച്ച പോലെ ഒരു നേതാവിനെ തന്റെ അണികൾ സ്നേഹിച്ചിട്ടുണ്ടോ? മഹാനായ സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് പ്രിയപ്പെട്ട മക്കൾ കടന്നു വന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കണ്ണുനീരൊലിപ്പിച്ച് മരണത്തെ പ്രതീക്ഷിച്ചു കിടക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾ ചോദിച്ചു, ഉപ്പാ, നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് കരയുന്നത്? എന്തോർമ്മകളാണ് നിങ്ങളെ കരയിപ്പിച്ചത്? മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ജീവിതത്തിലൂടെ ഞാൻ 3 ഘട്ടങ്ങളായി എന്റെ ജീവിതം കടന്നുപോയിട്ടുണ്ട്.
അതിലെ ഒന്നാമത്തെ ഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിർപക്ഷത്ത് ഹബീബിന്റെ ശത്രുവായിട്ടാണ് ഞാൻ ജീവിച്ചത്. ആ കാലത്തെങ്ങാനും അല്ലാഹു എന്നെ മരിപ്പിച്ചിരുന്നെങ്കിൽ നരകത്തിന്റെ വിറകായി ഞാൻ മാറുമായിരുന്നല്ലോ. എന്നെ പടച്ചവൻ രക്ഷപ്പെടുത്തിയില്ലേ? ഹബീബിന്റെ കരങ്ങളിലൂടെ ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു എനിക്ക് പകർന്നു തന്നില്ലേ? നബി തങ്ങൾ എന്നെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തിയില്ലേ? എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം തിരു ഹബീബിന്റെ കൂടെയുള്ള ജീവിതമാണ്. ഞാൻ വല്ലാതെ മുത്തുനബി തങ്ങളെ സ്നേഹിച്ചു പോയി. ഓരോ നിമിഷവും ഹബീബിനെ ഒന്ന് കാണാൻ എന്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു. തിരു ഹബീബിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ മഹത്തായ സാന്നിധ്യത്തോടുള്ള ബഹുമാനം കാരണത്താൽ ഹബീബിനെ ഒന്ന് കണ്ണുയർത്തി നോക്കാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഹബീബിനെ കണ്ണിറയെ കാണാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരവസ്ഥയിൽ മുത്തുനബി തങ്ങളുടെ തണല് പറ്റി ഞാൻ ജീവിച്ചു. അന്നെങ്ങാനും അല്ലാഹു എന്നെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാൻ മരണത്തിനു കീഴടങ്ങിയിരുന്നെങ്കിൽ മുത്തുനബി തങ്ങൾ എന്റെ ജനാസ നമസ്കരിക്കുമായിരുന്നല്ലോ. എന്റെ ജനാസ മുന്നിൽ വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട അംറിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ലോകത്തിന്റെ നായകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. എന്റെ ഖബറിലേക്ക് തിരു ഹബീബ് എന്നെ ഇറക്കി വെക്കുമായിരുന്നല്ലോ. അവസാനമായി യമനീ പട്ടിന്റെ മാർദ്ദവമുള്ള ആ കരതല സ്പർശമേറ്റ് ഞാൻ അനുഗ്രഹീതനായി മാറുമായിരുന്നല്ലോ. ആ ഭാഗ്യം എനിക്ക് അല്ലാഹു തന്നില്ല. എന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഘട്ടം തങ്ങളില്ലാത്ത ഒരു കാലമാണ്. ഹബീബിന്റെ നഷ്ടസ്നേഹത്തെ കുറിച്ച് ഓർത്ത് ഞാൻ നീറി ഒരു മെഴുകുതിരിയെ പോലെ ഉരുകി എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ഈ ഭൂമിയിൽ പുലരുമെന്ന് പറഞ്ഞോ, അതെല്ലാം പ്രഭാതം പോലെ പുലരുന്ന കാഴ്ച എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സദഖ റസൂലുള്ളാഹ്. അവിടെന്ന് പറഞ്ഞത് എത്ര സത്യമാണെന്ന് ഈ അംറിന്റെ പുരുഷായുസ്സതിന് സാക്ഷി നിൽക്കും. എന്റെ അനുഭവങ്ങൾ അതിന് സാക്ഷി നിൽക്കും. ഹബീബ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം ദുനിയാവ് ഞങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ നിമിഷം ഞാൻ അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് യാത്രയായാൽ ഏതു കൂട്ടത്തിലാണ് ഞാൻ ഉണ്ടാവുക എന്നോർക്കുമ്പോ എനിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഞാൻ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി പരലോകത്തേക്ക് കടന്നു പോകുമ്പോൾ നബിതങ്ങൾ എന്നെ സ്വീകരിക്കാനുണ്ടാകുമോ? ആ സ്വർഗീയ സദസ്സിൽ എനിക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമോ? ആ ഹബീബിന്റെ സ്വർഗീയ മജ്ലിസിൽ എനിക്കൊരു അവസരം ഉണ്ടാകുമോ എന്നോർക്കുമ്പോ എനിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല മക്കളെ എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹബീബിന്റെ നഷ്ടസ്നേഹത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. എത്രയെത്ര കൽബുകളിലാണ് ഹബീബേ സ്വാധീനം ചെലുത്തിയത്. എത്രയെത്ര ഹൃദയങ്ങളിലാണ് അങ്ങ് ഹിദായത്തിന്റെ വെളിച്ചം കൊളുത്തിവെച്ചത്. ഇടനെഞ്ചിൽ അണയാതെ തെളിഞ്ഞു കത്തുന്ന ഹിദായത്തിന്റെ വെളിച്ചമാണ് യാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗഖ നൂരി അൻത ഇക്സിറു വഗാലി أنت مصباح الصدور يا حبيبي يا رسول الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم तेरी मोहब्बत की महक से ये ज़मीन और आसमां आबाद है. रहमत की बरसात आती है दिलो जा या रसूल अल्लाह अय्युहल मुख्तार फीना ज़ादना الحب حنينا جئتنا بالخير دينا يا ختام المرسلين يا حبيبي يا رسول الله يا نبي سلام عليكم. ഈ
4 ചുവരുകൾ പ്രകമ്പനം കൊള്ളട്ടെ. يا حبيب سلام عليكم صلوات الله عليكم. പുന്നാരപ്പൂവിന്റെ മദീന മനസ്സിൽ ഒന്നുകണ്ട് ഒന്നുകൂടെ ചൊല്ലൂ. യാ നബി സലാം, يا رسول سلام عليكم. يا حبيب سلام عليكم صلوات الله عليكم. അങ്ങകലെ ഈന്തപ്പന തലപ്പുകളുടെ തണുപ്പിൽ പരിലസിക്കുന്ന പരിശുദ്ധമായ മദീന എന്ന പുണ്യനഗരി ഞങ്ങളുടെ ആത്മാവിന്റെ അടിത്തട്ടിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീന എന്ന പൂങ്കാവനത്തിലെ ഒരു സായുജ്യ സാന്നിധ്യമായി വന്നണയാൻ ഇത്ര രാവുകൾ ഞങ്ങൾ കൊതിച്ചു യാ റസൂലല്ലാഹ്. ഈ ഖൽബിന്റെ വിലാപം അങ്ങ് മദീനയിൽ ഒന്ന് കേൾക്കുമോ ഹബീബേ? हो गजब करम उनका हम मदीना जाएंगे और सुनर डाली से दिल को जगमगाएंगे. हो गजब करम उनका हम मदीना जाएंगे. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സിലേക്ക് ആത്മീയ വെളിച്ചം വിതറി ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ തങ്ങൾ അവറുകൾ കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യേണ്ട വിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിലായി ദഅവത്തിലായി ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. താരങ്ങളിൽ നിറ പൗർണമി പോൽ ഞങ്ങളിൽ ഉദയം ചെയ്തവരെ, അതിലും ഷറഫ് മികന്തവരെ, ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു അലൻ നബി. അൽഹംദുലില്ലാ, ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങുന്ന ഈ സദസ്സ് എത്ര സുന്ദരമാണ്. والحبيب العربي أنت أم النبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. ഉമ്മയും ഉപ്പയുമായവരെ, അതിനേക്കാൾ ഗുണമുള്ളവരെ ഇല്ല അവരിലും ഇതുപോലെ, ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ അബ്താഹി والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. നാളെ പുണ്യ ശഫാഅത്താൽ രക്ഷകനങ്ങാണുമ്മത്തിൽ ആരാണിതുപോലുലകത്തിൽ, ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു അലൻ നബി. الشفيع الأبطحي
والحبيب العربي ഹബീബേ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങില്ലെങ്കിൽ ഇവിടെ സൂര്യനില്ല ചന്ദ്രനില്ല പ്രകാശങ്ങളുടെ ഉറവിടമില്ല അല്ലാഹുവിന്റെ ഒരു പടപ്പുമില്ല है नूर तेरा शम्सो कमर में है नूर तेरा शम्सो कमर में तेरे लबों की लाली सहर में तेरे लबों की लाली सहर में सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम സൂര്യനുമങ്ങാണ് ചന്ദ്രനുമങ്ങാണ് നക്ഷത്രവുമങ്ങാണ് പ്രകാശത്തിന്റെ സകല സ്രോതസ്സും അങ്ങു തന്നെയാണ് യാ റസൂലല്ലാഹ് കിഴക്കൻ ചക്രവാളത്തിൽ കളഭകുടം ചാർത്തി ഉദയ സൂര്യൻ കടന്നു വരുമ്പോൾ അതങ്ങയുടെ പുഞ്ചിരിയുടെ ബഹിർസ്ഫുരണമാണ് യാ ഹബീബല്ലാഹ് ഒരു രാത്രിയിൽ മരുഭൂമിയിൽ അങ്ങ് പരിപൂർണ പുഞ്ചിരിയോടെ കടന്നു വന്നപ്പോൾ പശ്ചാത്തലത്തിൽ ഉദിച്ചുയർന്ന 14-ാം രാവിന്റെ ചന്ദ്രൻ പോലും അങ്ങയെ കണ്ടു നാണിച്ചു പോയില്ലേ യാ റസൂലല്ലാഹ് أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور يا نبي سلام يا رسول سلام عليكم സകല പ്രകാശങ്ങൾക്കും ഒരു അവസാനമുണ്ട് കാലം കൊണ്ടും ദേശം കൊണ്ടും നിർണയിക്കപ്പെടുന്ന അതിർത്തികളുണ്ട് എന്നാൽ കാലാന്തരങ്ങളുടെയും ദേശാന്തരങ്ങളുടെയും അതിർത്തി കടന്ന് പ്രപഞ്ചം മുഴുവൻ പരന്നൊഴുകുന്ന ഒരേ ഒരു പ്രകാശമങ്ങു മാത്രമാണ് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം नूरे मुजस्सम शाहे मुअज़्ज़म जान लुटा देंगे हम खुद को मिटा देंगे नूरे मुजस्सम शाहे मुअज़्ज़म जान लुटा देंगे हम खुद को मिटा देंगे या सनदी या मददी या सय्यदी खुद बियदी नूर मुजस्सम शाह मुअज़्ज़म जान लुटा देंगे हम खुद को मिटा देंगे ഈ കാണുന്ന ഞങ്ങൾ കളിമണ്ണിന്റെ ഒരു രൂപമാണെങ്കിൽ അങ്ങ് പ്രകാശത്തിന്റെ മനുഷ്യ രൂപമാണ് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ പടക്കുന്നു ആ മനുഷ്യന്റെ ശരീരത്തിൽ പ്രകാശം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു അതല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തെ മനുഷ്യ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തപ്പെട്ട അല്ലാഹുവിന്റെ അത്ഭുത സൃഷ്ടിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം सूरज का उड़ना चांद चमकना है आपसे സൂര്യനുദിക്കുന്നത് അങ്ങയുടെ പ്രകാശത്തിൽ നിന്ന് കടപെടുത്തുകൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് അങ്ങയുടെ വെളിച്ചത്തിന്റെ ഒരു അംശമാണ് सूरज का उड़ना चांद चमकना है आपसे फिजा में ठंडक फूल महकना है आपसे ഞങ്ങളുടെ
ശരീരത്തെ തഴുകി തലോടി വരുന്ന മന്ദമാരുതന്റെ കുളിരുപോലും അങ്ങയുടെ പരിശുദ്ധമായ നാമമാണ് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ വിടരുന്ന ഓരോ പൂക്കളും സുഗന്ധം കടമെടുത്തത് അങ്ങയുടെ പവിത്രമായ ഭൂമേനിയിൽ നിന്ന് മാത്രം യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. सारा सदका आपका, सारा सदका आपका, सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अलैहि वसल्लम। मरहबा या मुस्तफा सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अलैहि वसल्लम। ऐ हबीब खुदा अहमद मुज्तबा, ऐ हबीब खुदा अहमद मुज्तबा, सल्लल्लाहु अलैहि वसल्लम, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ മഹനീയമായ സാന്നിധ്യത്തെ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഞങ്ങൾ വിളിച്ചോട്ടെ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി. ഈ ലോകത്തിന്റെ മാലിക്കും മൗലയും അങ്ങാണെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. സർവർ കഹോगे മാലികോ മൗലാ കഹോ തുझे, सरवर कहोगे मालिको मौला कहो तुझे. ഈ ലോകത്തിന്റെ മാലിക്കും മൗലയും അങ്ങാണല്ലോ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥാവകാശം അല്ലാഹു ഏൽപ്പിച്ചത് അങ്ങയിലാണല്ലോ ഹബീബ്. ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞത് എത്ര കൃത്യമാണ്. ലോക ജനതയ്ക്ക് ഒരു അനുഗ്രഹവും അല്ലാഹു കൊടുത്തില്ല, ഒരു നിഅമത്തും അവരുടെ മേൽ അല്ലാഹു വർഷിച്ചില്ല, ഒരു കാരുണ്യവും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്തില്ല, ഒരു പ്രയാസവും അവരിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ഇല്ലാ ബിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയാണോ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു എഴുതിയ വരികൾ ചരിത്രാതീത കാലം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്? കാലാതിവർത്തിയായി ആ മഹത്തായ വരികൾ ഇസ്ലാമിക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമിമി. ഉത്തമരാം നബി തങ്ങളെ അഭയം മങ്ങാ തിങ്കളെ, ഭീതികളേറും നാളില അഭയം നൽകൂ എന്നില്. മൗലായ സല്ലി വസല്ലം ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ദുനിയാവും ആഖിറവും തിരുനൂറിൻ ഔദാര്യമാ, ലൗഹും ഖലമും സയ്യിദിൻ ഇൽമുകളിൽ ഉന്നതമാ. മൗലായ ആബദാ അലാ ഹബീബിക ഖൈറിൽ. ഈ ദുനിയാവും ആഖിറവും
അങ്ങയുടെ ഔദാര്യമാണ് യാ റസൂൽ സല്ലല്ലാഹു അങ്ങാണ് ഞങ്ങൾക്കത് തന്നിരിക്കുന്നത്. ഈ ദുനിയാവും ആഖിറവും അങ്ങയുടെ ഔദാര്യമാണ് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം നമ്മൾ ചോദിക്കുന്നത്. രാജാതിരാജനായ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഒരു പടപ്പിന് അല്ലാഹു നൽകുകയും ആ അനുഗ്രഹങ്ങളെ പടപ്പുകൾക്ക് വീതം വെക്കാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിക്കുകയും ചെയ്ത പടച്ചവന്റെ ഖലീഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബേ, അങ്ങയെ പറയാനല്ലാതെ ഈ നാവുകൾ എന്തിനാണ്? അങ്ങയുടെ സ്വലാത്തുകളുടെ സുഗന്ധ പരിമളം പരക്കുവാനല്ലാതെ ഈ ചുണ്ടുകൾ എന്തിനാണ്? ഈ കാതുകൾ അല്ലാഹു ഞങ്ങൾക്ക് തന്നത് അങ്ങയുടെ മദ്ഹുകൾ കേൾക്കാൻ, ആ മദീന എന്ന പുണ്യ നഗരിയിലെ ബാങ്കുലി ഒന്ന് ശ്രവിക്കാൻ. സുന്നേ की जो कुव्वत मुझे बख्शी है खुदावन, सुनने की जो कुव्वत मुझे बख्शी है खुदावन, मुझे मस्जिद नबवी के अज़ाने भी सुना दे. ഈ കാതുകൾ അല്ലാഹു ഞങ്ങൾക്ക് തന്നത് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഉയരുന്ന ആ ബാങ്കുലി കേൾക്കുവാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഈ ഹൃദയം അങ്ങയുടെ പ്രകാശം കൊണ്ട് പ്രഭാപൂരിതമാക്കുവാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഹബീബേ, അങ്ങേക്കു സമർപ്പിക്കാനല്ലെങ്കിൽ ഈ ജീവിതം പിന്നെ എന്തിനാണ്? हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मीलाद करेंगे. हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मीलाद करेंगे. അങ്ങയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്കൊരു റബീഉൽ അവ്വലിന്റെ ആവശ്യമില്ല, ഒരു നബിദിനത്തിന്റെ ആവശ്യമില്ല. ഈ ജീവിതം മുഴുവനും അങ്ങേക്കുള്ളതാകുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു റബീഉൽ അവ്വൽ? എന്തിനാണ് ഒരു നബിദിനം? എല്ലാം ഞങ്ങൾക്ക് നബിദിനം തന്നെയാണ്. ലൗ ഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ സഅതൻ മിൻ നഹാർ, എൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷമെങ്കിലും ഹബീബന്റെ ഖൽബിൽ നിന്ന് മറഞ്ഞു പോയാൽ ഞാൻ എന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുകയില്ല എന്ന് പറഞ്ഞു നമ്മെ പഠിപ്പിച്ചു പോയവരാണ് നമ്മുടെ മുൻഗാമികൾ. ജീവിതത്തിൽ ഒരു നിമിഷം പോലും എന്റെ ഹബീബിനെ മറന്നാൽ പിന്നെ ഞാൻ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ നിലവാരം എന്തായിരിക്കും? ഒരു ദിവസം നമ്മൾ എത്ര തവണ നബി തങ്ങളെ ഓർക്കുന്നുണ്ട്? ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ ആദ്യമായി ഹബീബിന്റെ വിശുദ്ധമായ മുഖം, ആ വിശുദ്ധമായ ഓർമ്മകൾ നമ്മുടെ കൽബിൽ വന്നില്ല എങ്കിൽ എന്ത് വിശ്വാസമാണ് നമ്മുടെ കൽബിലുള്ളത്? അവസാനമായി ഉറക്കത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഹബീബിനെ ഒന്നും ഓർക്കാതെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ഏത് വിശ്വാസത്തിന്റെ വക്താക്കളാണ് നമ്മൾ? ഈ ഭൂമിയിൽ നിന്ന് അവസാനമായിട്ടൊന്ന് യാത്ര പോകുമ്പോൾ തിരു ഹബീബിന്റെ ഒരു കരതല സ്പർശം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തിരു ഹബീബിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ കഴിയാത്തതിൽ മനം നൊന്ത് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിയ മഹാൻ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നിരവധി യുദ്ധങ്ങളിൽ വിശുദ്ധമായ ദീനിനു വേണ്ടി പടപൊരുതിയ മഹാനായ പോരാളിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം അല്ലാഹു വിധിച്ചത് കിടക്കയിൽ കിടന്നുകൊണ്ട് സാധാരണഗതിയിൽ മരിക്കുവാനാണ്. ആ കിടക്കയിൽ കിടന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു കണ്ണീരോടുകൂടി പറഞ്ഞ വാക്കുകളുണ്ട്: തമ്പുരാനേ, നിന്റെ ഹബീബിന് വേണ്ടി ഞാൻ എത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്തു, വിശുദ്ധമായ ദീനിന്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാൻ എത്ര പോരാട്ടങ്ങളിൽ ഞാൻ നേതൃത്വം, വാളുകൊണ്ടുള്ള വെട്ടേറ്റ്, അമ്പുകളേറ്റ് പരിക്കുകളേൽക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും എന്റെ ശരീരത്തിലില്ല തമ്പുരാനെ. എന്നിട്ടും എന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ, രക്തസാക്ഷിയാവാൻ, ഈ രക്തം നൽകിയിട്ട് ഹബീബ് പറഞ്ഞതാണ് സത്യമെന്ന് സാക്ഷ്യം വഹിക്കാൻ എനിക്കൊരവസരം ലഭിച്ചില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് ലോകത്തോട് ലോകത്തോട് വിട പറഞ്ഞു പോയ സയ്യിദുനാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തന്നിലടയുന്ന നേരം മുത്തം തരാമോ നിലാവേ,
റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ ഈ കണ്ണുകൾ അടഞ്ഞു പോകുന്ന നിമിഷം ഈ കൈകാലുകൾ തളർന്നു പോകുന്ന നിമിഷം ചുണ്ടുകൾ വല്ലാതെ വിറകൊള്ളുന്ന ദിവസം നമ്മുടെ ശരീരത്തിലെ അവസാനത്തെ തുടിപ്പും ദേഹത്തോട് വിട പറഞ്ഞു പോകുന്ന ദിവസം തിരു ഹബീബ് കടന്നു വന്നാൽ അതിനേക്കാളും വലിയ ഒരു വിജയം, ഇതിനേക്കാളും മഹത്തായ ഒരു നേട്ടം ഈ ജീവിതത്തിൽ എന്ത് ലഭിക്കാനുണ്ട്? ഇസ്രായേൽ അലൈഹിസ്സലാം കടന്നു വരിക, സമയമായി ഇനി കടന്നു പോവാമെന്ന് പറയുമ്പോ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണാനൊരു ഭാഗ്യം ഈ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ഈ ജന്മത്തിന്റെ അർത്ഥം എന്താണ്? ജിന്ദഗി ഹഖീഖത്ത് മേ बस उसी ने पाई है जिंदगी हकीकत में बस उसी ने पाई है मुस्तफा के कदमों में जिसको मौत आई മുസ്തഫാന്റെ കാൽ കീഴിൽ കിടന്നുകൊണ്ട് മരിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അവനു മാത്രമാണ് ജീവിതം ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഭാഗ്യം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, ഞങ്ങൾ പറയുന്ന മദ്ഹുകൾ ഞങ്ങൾ എപ്പോഴും നിന്റെ ഹബീബിനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ മരിക്കുന്ന നേരത്ത് ആ ഹബീബിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നമുക്കറിയാം, തുർക്കിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂകമ്പമുണ്ടായി. 1-2 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ആ ഭൂകമ്പത്തിൽ മരണപ്പെട്ടു. പത്രങ്ങളിൽ കാണുന്ന കണക്കിനേക്കാളും എത്രയോ കൂടുതലാണ് തുർക്കിയുടെയും സിറിയയുടെയും ഒക്കെ അതിർത്തിയിൽ നടന്ന ആ ഭൂകമ്പം. അതിന്റെ ഓരോ രംഗങ്ങളും ലോകം ഒന്നടങ്കം ഇങ്ങനെ തൽക്ഷണം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നല്ലോ അത്. എത്രയെത്ര അത്ഭുത സംഭവങ്ങൾ അതിനുശേഷം അവിടെ നടമാടുകയുണ്ടായി. 21 ദിവസങ്ങൾക്ക് ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജീവനോടെ കണ്ടെത്തപ്പെട്ട ഒരു കുഞ്ഞ് അല്ലാഹുവിന്റെ അത്ഭുതങ്ങളുടെ ദൃഷ്ടാന്തമല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ നടന്നു. ആ ഭൂകമ്പത്തില് പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുകയും മരണപ്പെട്ട ആളുകളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കുകയും ചെയ്യാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്ന സന്നദ്ധ പ്രവർത്തകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചത് ഇന്നും നമുക്ക് ഇന്റർനെറ്റിൽ കണ്ടെത്താൻ കഴിയും. ഇതൊന്നും രഹസ്യമായ ഒരു കാര്യമല്ല, എല്ലാം ഇന്ന് പരസ്യമാണ്. അതിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒരു സഹോദരൻ പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളെയൊക്കെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടെടുത്തവരുടെ മയ്യത്ത് മറവ് ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായി സജീവമായി ആ പ്രദേശത്തുകൂടെ നടക്കുകയാണ്. അതിനിടയിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് അവരുടെ കാഴ്ചയിൽ പെടുകയാണ്. അവരെ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം അവർ വകഞ്ഞു മാറ്റുമ്പോൾ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് കിടക്കുന്നുണ്ട്. ഈ സംഭവം നടന്നിട്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞു. ഭൂകമ്പം നടന്ന് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അവര് ആ മയ്യത്ത് കണ്ടെടുക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടെ അസഹ്യമായ ദുർഗന്ധം ഉണ്ടാകുമെന്നത് ഓരോ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും മരിച്ചു കിടക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം കാരണത്താൽ അവർ പ്രയാസപ്പെടുകയാണ്. ഒരുപാട് മാസ്കുകൾ ധരിച്ച് അണുബാധ ഏൽക്കാതിരിക്കാൻ ഈ പ്രയാസം അവർക്ക്, ഈ ദുർഗന്ധത്തിന്റെ പ്രയാസം അവർക്കില്ലാതിരിക്കാൻ ഒരുപാട് മാസ്കുകൾ ധരിച്ചുകൊണ്ടാണ് അവർ ഓരോ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെയും നടന്നു ചെല്ലുന്നത്. അതിനിടയിലാണ് ഈ വീട്ടിൽ അവർ എത്തിച്ചേരുന്നത്. അവശിഷ്ടങ്ങളൊക്കെ വകഞ്ഞു മാറ്റുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഇങ്ങനെ കമിഴ്ന്നു കിടക്കുന്ന കാഴ്ച കാണുകയാണ്. അവർ ആ മയ്യത്തിന്റെ അരികിലേക്ക് കടന്നു ചെന്നു. അവർ പ്രതീക്ഷിച്ച പോലെ ഒരു ദുർഗന്ധവും മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അവർ ആ മാസ്കുകൾ ഇങ്ങനെ പതുക്കെ അഴിച്ചു നോക്കിയപ്പോ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് വല്ലാത്ത ഒരു സുഗന്ധമാണ്.
വല്ലാത്ത ഒരു സുഗന്ധം. അവരാ മനുഷ്യന്റെ, ആ ചെറുപ്പക്കാരന്റെ 30-ന്റെയും 40-ന്റെയും ഇടയിൽ പ്രായമുള്ള ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവരിങ്ങനെ മലർത്തി കിടത്തുകയാണ്. മുഖത്തേക്ക് നോക്കി അവർ അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്ത പ്രകാശമാണ്, മായാത്ത പുഞ്ചിരിയാണ്. ദിവസങ്ങൾ 3 കഴിഞ്ഞു എന്ന് നമ്മൾ ഓർക്കണം. അവര് പറയുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി ഷഹീദായ രക്തസാക്ഷികളുടെ മയ്യത്തിന് എന്തൊക്കെ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ടാകുമോ അതെല്ലാം ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവർ വളരെ ബഹുമാനത്തോടെ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ്. പിന്നീട് ആ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, വലിയ അറിവോ അല്ലെങ്കിൽ കഴിവോ വലിയ മഹത്വങ്ങളോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ആ ചെറുപ്പക്കാരന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അയാൾ നല്ല ഒരു ഗായകനായിരുന്നു, നല്ല ഒരു കവിയായിരുന്നു. താൻ എഴുതിയ കവിതകളെല്ലാം ഹബീബിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സുന്ദരമായ കാവ്യശില്പങ്ങൾ രചിച്ച് ആ കവിതകൾ പാടി തന്റെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുകയും അവരുടെ മനസ്സിനെ തിരുനബി സ്നേഹം കൊണ്ട് തണുപ്പിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു. ഹബീബിനെ കുറിച്ചും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മനുഷ്യന്റെ ഒരു വീഡിയോ പിന്നീട് പുറത്തു വരികയുണ്ടായി. അദ്ദേഹവും ഒരു സുഹൃത്തും ഇങ്ങനെ ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ അവരൊരു ഒരു പാട്ടുപാടി, ഒരു കവിത പാടി, അത് വീഡിയോ ആയി ചിത്രീകരിച്ച് ആ വീഡിയോ ആണ് പിന്നീട് പുറത്തു വന്നത്. അതിന്റെ വരികൾ ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അതിന്റെ ആശയം ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിലെ പെരുന്നാൾ, എന്റെ ജീവിതത്തിലെ പെരുന്നാൾ ഹബീബേ, അങ്ങയുടെ മദീനയിൽ ഞാൻ അടയുന്ന ദിവസമാണ്. ആ മദീന എന്ന പുണ്യ നഗരിയില് എന്റെ കവിളുകൾ ചേർത്ത് ഞാൻ മുത്തം വെക്കുന്ന ദിവസമാണ്. മദീനയുടെ മണ്ണിൽ ഞാൻ ഉമ്മ വെക്കുന്ന ചുംബനങ്ങൾ അർപ്പിക്കുന്ന ദിവസമാണ് എന്റെ ജീവിതത്തിന്റെ പെരുന്നാൾ. ഹബീബിനെ മദ്ഹ് പറഞ്ഞു ജീവിച്ച ഒരാൾ, മുത്തുനബി തങ്ങളുടെ ഓർമ്മകളിലായി ജീവിച്ചു കടന്നുപോയ ഒരാൾ, ആ മനുഷ്യൻ മരിച്ചു 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മയ്യത്തിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി രക്തസാക്ഷിയായ ഒരു മനുഷ്യന്റെ അടയാളങ്ങൾ ആ മനുഷ്യന്റെ മുഖത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഇതൊന്നും ചെറിയ കാര്യമല്ല. ഒരു ഹബീബിന്റെ മേൽ നമ്മൾ ചൊല്ലുന്ന ഒരു സ്വലാത്ത്, ആ ഹബീബിനെ മഹത്വവൽക്കരിക്കുവാൻ നമ്മൾ നടത്തുന്ന ഒരു അധ്വാനം, നബിദിനത്തിന്റെ റാലിയിൽ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ കാൽപ്പാടുകളെല്ലാം നമുക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ തെളിവ് പറയാൻ കഴിയുന്ന സൽക്രമങ്ങളാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ മദീന ഇങ്ങനെ മനസ്സിൽ വരട്ടെ. അസ്സലാത്തു ഹബീബല്ലാഹ്, രാജന്നൂറിന്റെ മദ്ഹ് പാടി രാത്രിയെ പകലാക്കിട, രാജാവിൻ മുന്നിൽ നന്മ തൂക്കുമ്പോൾ യാ നബി പുണ്യം നൽകണേ. അസ്സലാത്തു അസ്സലാത്തു ഈ രാത്രി പ്രഭാതം വരെ തുടർന്നു പോയാലും പ്രഭാതം പൊട്ടി വിടരുന്നത് വരെ ഹബീബേ അങ്ങയുടെ അപദാനങ്ങളിൽ ഞങ്ങൾ ലയിച്ചിരുന്നാലും ഞങ്ങൾക്ക് മതി വരില്ല. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് അങ്ങയോടൊരു അപേക്ഷയാണുള്ളത്. നാളെ ഞങ്ങൾ ചെയ്ത നന്മകളും തിന്മകളും അല്ലാഹുവിന്റെ മുമ്പിൽ വെളിവാക്കപ്പെടുന്ന ദിവസം അങ്ങയുടെ ഒരു തിരുനോട്ടം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കൈകളെ കൊണ്ടാമേനിൽ തൊട്ടിരുന്നെങ്കിൽ യാ നബി,
എന്റെ ചുണ്ടുകൾ കൊണ്ടാറോളയിൽ മുത്തിയെങ്കിലോ സയ്യിദി അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സുദമേ ഇഷ്കറിയാതെ പാടിടുന്നിവർ സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് നീരി ഞാനോതും ബൈത്തുകൾ യാ നബി അങ്ങ് കേൾക്കുമോ ഓതി ഞാൻ വീഴ്ത്തും കണ്ണുനീർ യാ ഹബീബങ്ങറിയുമോ അസ്സലാത്തു അലൈക യാ റസൂൽ عليك يا حبيب الله محشر മണ്ണിൽ എത്തും നേരത്ത് കൈവെടിയല്ലേ യാ നബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെൻ്റെ വാരിദി അസ്സലാത്തു വഫാത്തിന്റെ നേരത്തും നമ്മെ ഓർത്ത തിരുദൂതരെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. സ്നേഹത്തിനു പകരം നമ്മൾ എന്താണ് തിരിച്ചു നൽകിയിട്ടുള്ളത്? മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവെടിയല്ലേ യാ നബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെൻ്റെ വാരിദി അസ്സലാത്തു വസ്സലാമു അലൈക ഹൗലിൻ പാദവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ ഹൗലിൻ പാദവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണേ സയ്യിദേ അസ്സലാത്തു അലൈക യാ ഹബീബല്ലാഹ്. ഈ സ്നേഹം മാത്രമാണ് തന്റെ ജീവിതത്തിന്റെ സമ്പാദ്യമെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഖദീജ റളിയല്ലാഹു അൻഹാ.
സംഘർഷഭരിതമായ പ്രക്ഷുബ്ധമായ ജീവിതത്തിലും തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസത്തിന്റെ ഒരു കുളിർത്തന്നലായി സമാശ്വാസത്തിന്റെ ഒരു തലോടലായി തിരു ഹബീബിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. ഹബീബിന് വല്ലാത്ത തണലായിരുന്നുവല്ലോ ഖദീജ ബീബിയുടെ സാന്നിധ്യം എന്നത്. അന്ന് ഹിറാ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത പേടിയോടെ വല്ലാത്ത പ്രയാസത്തോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുകയാണ്. ഹബീബ് വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. എന്തെന്നില്ലാത്ത ഒരു ആശങ്ക അവിടുത്തെ മുഖത്ത് പ്രകടമാണ്. 1400 വർഷങ്ങൾക്കപ്പുറവും ഈ ലോകത്തിന്റെ അവസാനം വരെ കടന്നു വരാനുള്ള കോടാനക്കോടി വരുന്ന മനുഷ്യന്മാരുടെ കൽബിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വത്തിന്റെ പ്രയാസവും ആശങ്കയുമായി വീട്ടിലേക്ക് കടന്നു വന്ന തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്തിയിട്ട് ഹബീബിനെ തഴുകിത്തലോടിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ സമാധാനിപ്പിക്കാൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. എന്തെല്ലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോട് സമാധാനത്തിന്റെ ഓരോ വാക്കുകൾ പറയുമ്പോൾ ഹബീബിന്റെ കൽബിലേക്ക് ഇങ്ങനെ കിനിഞ്ഞിറങ്ങി പുതപ്പിട്ടു മൂടോ ഖദീജ ചേർത്തൊന്നണക്കോ ഖദീജ പുതപ്പിട്ടു മൂടോ ഖദീജ ചേർത്തൊന്നണക്കോ ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളില്ലേ, വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. അല്ലാഹു തന്നെയാണ് സത്യം നബിയേ, ഒരിക്കലും അല്ലാഹു കൈവിടില്ല യാ റസൂലല്ലാഹ്. അലിവിന്റെ നൂറേ കനീവിന്റെ നൂറേ ഭയക്കേണ്ട തല്ലും ഇലാഹുണ്ട് കൂടെ. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ കൂടെ പഠിച്ചവരുണ്ടല്ലോ, അല്ലാഹു അങ്ങയെ ഒരിക്കലും കൈവിടില്ലെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ മറ്റെന്താണുള്ളത്? ഖൽബിൽ മുത്തുനബി തങ്ങളല്ലാതെ വേറെ ആരും ആയിരുന്നില്ലല്ലോ. ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിച്ച അവസാനം ദരിദ്രയായി കഫൻ ചെയ്യാൻ കീറാത്ത ഒരു തുണി പോലും ബാക്കി വെക്കാതെ കടന്നുപോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കരളിന്റെ കരളായിരുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബിന് വേണ്ടി സർവ്വം സമർപ്പിച്ച ജീവിതങ്ങൾ. അന്ന് ത്വായിഫിൽ നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത പ്രയാസം സഹിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാനുണ്ടായിരുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അന്ന് ഹബീബിനെ സ്വീകരിക്കാൻ ഖദീജ ബീവി ഇല്ല. ഖദീജ ബീവി ഇല്ലാത്ത തന്റെ താങ്ങും തണലുമായിരുന്ന പ്രിയതമ വിട പറഞ്ഞു പോയ അനാഥമായ വീട്ടിലേക്ക് അനാഥനായി കടന്നു വരുന്ന തിരുദൂതരെ സ്വീകരിക്കാനുണ്ടായിരുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാത്രമല്ലേ. അന്ന് പൊടിപുരണ്ട ഹബീബിന്റെ പരിശുദ്ധമായ ഭൂമേരിയിലേക്ക് ഓരോ കുടം വെള്ളം കോരി ഒഴിക്കുമ്പോഴും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകളിൽ നിന്ന് ഒരു കുടം കണ്ണുനീര് തിരു ഹബീബിന്റെ ശരീരത്തിലൂടെ ഒഴുകുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയത് ഹബീബിന്റെ മനസ്സിന് സമാശ്വാസമേകിയത് 8 വയസ്സുകാരിയായിരുന്ന ഫാത്തിമ ബീവി എന്ന കുമാരിയല്ലേ. അന്ന് എന്തെല്ലാം ആ നിഷ്കളങ്കയായ കൊച്ചു ബാലിക തന്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ടാകും, അങ്ങ് വിഷമിക്കരുത്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കടന്നു വന്നവരല്ലേ,
അങ്ങ് പടച്ചവന്റെ ദീൻ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ തുനിഞ്ഞിറങ്ങിയവരല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനം അങ്ങേ അംഗീകരിക്കുന്ന ഒരു ദിവസം കടന്നു വരുമപ്പാ എന്ന് കണ്ണുനീരോടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന ആ രംഗം ഓർത്തു നോക്കൂ. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമേനിയെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊണ്ട് മറ്റു സ്വഹാബിമാരുണ്ട്. ആ ഖബറിന്റെ ചുറ്റും നിൽക്കുന്ന സ്വഹാബിമാരുടെ ഹൃദയത്തിൽ ഖനീഭവിച്ചു കിടക്കുന്ന ദുഃഖത്തിന്റെ ആഴമൊന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മൾ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ബോധരഹിതരായി വീണുപോയവരുണ്ട്. ആ വാർത്ത താങ്ങാൻ കഴിയാതെ മരണത്തിനു കീഴടങ്ങിയവരുണ്ട്. പടച്ചവനെ, ഹബീബില്ലാത്ത ദുനിയാവ് ഇനി എനിക്ക് കാണേണ്ടതില്ലെന്ന് പറഞ്ഞവരുണ്ട്. ആ മദീനയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മദീന വിട്ടുപോയവരുണ്ട്. നമ്മുടെ മനസ്സിൽ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. തിരു ഹബീബിന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ചുറ്റും നിൽക്കുന്ന സ്വഹാബിമാരുടെ ഹൃദയാന്തരാളങ്ങളിൽ കട്ടപിടിച്ചു നിൽക്കുന്ന ദുഃഖത്തിന്റെ ആഴം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമേനിയെ ഖബറിലേക്ക് ഇറക്കി വെച്ച അലി റളിയല്ലാഹു അൻഹു ഖബറിൽ നിന്ന് കടന്ന് മുകളിലേക്ക് കയറി വരുമ്പോൾ മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം ആ ഖബറിലേക്ക് ഇടുകയാണ്. സ്നേഹത്തിന്റെ ആഴമാണിത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തലങ്ങളിലാണ് തിരു ഹബീബിനെ സ്വഹാബിമാർ പ്രണയിച്ചത്. ആ മോതിരം ഖബറിലേക്ക് ഇട്ടിട്ട് മുഗീറ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ മോതിരം ഖബറിൽ വീണിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഇറങ്ങിയിട്ട് എടുത്തോളൂ മുഗീറ. മുഗീറ റളിയല്ലാഹു അൻഹു എടുക്കേണ്ടത് മോതിരമായിരുന്നില്ല. അദ്ദേഹം ഖബറിലേക്ക് ഇറങ്ങുന്നതും അതിനു വേണ്ടിയായിരുന്നില്ല. ഖബറിലേക്ക് ഇറങ്ങുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമേനിയെ കെടുത്തിയ ഖബറിലേക്ക് ഇറങ്ങുകയാ. ആ കഫൻ പുടവയിൽ തന്റെ കൈവക്കുകയാണ്. ആ കൈ കൊണ്ട് തന്റെ ശരീരം തൊട്ടു തലോടുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കസ്തൂരി ഗന്ധം വിതറുന്ന ചാന്ദ്രിക ശോഭയുള്ള ആ പരിശുദ്ധമായ ഭൂമേനിയിൽ ഈ ഭൂമിയിൽ അവസാനമായി തൊട്ടവൻ ഞാനാ. ഇനി എന്റെ ശരീരത്തെ നരകം തൊടില്ല. പുന്നാരപ്പൂവിന്റെ കവിൾ തടം എന്തൊരലങ്കാരം. പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരം. പുന്നാരപ്പൂവിന്റെ കവിൾ തടം എന്തൊരലങ്കാരം. പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരം. എന്നാണ് എന്റെ കിനാ കൊതി തീരണം രാവ് റസൂലല്ലാഹ്. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. എന്നാണ് എന്റെ കിനാ കൊതി തീരണം രാവ് റസൂലല്ലാഹ്. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. من رأى وجهك يسعد يا رسول الله. من رأى وجهك يسعد يا حبيب الله. മണിമുത്ത് നൂറൊളിവേ മദ്ഹോദി ഞാൻ നിലാവേ. മനസം ത്വയ്ബയിൽ ചേർത്തിവൻ പാടി നേതാവേ. എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല. തിങ്കളെ ഞാൻ
കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല, തങ്ങളെ ഇനി എന്ന് കാണും കാലമറിയില്ല. എന്റെ നോവ് തീരാൻ മദ്ഹ് മാത്രം, വേറെ ശിഫയില്ല. മണിമുത്ത് നൂറേ, മണിമുത്ത് നൂറേ, കിനാവ് കണ്ട് ഞങ്ങളിന്ന് മദ്ഹ് ചൊല്ലി, മദ്ഹ് ചൊല്ലി. ഈ സദസ്സിനെ അങ്ങ് സ്വീകരിച്ചാലും റസൂലല്ലാഹ്, ഈ സലാമുകൾ കേട്ടങ്ങ് സന്തോഷിച്ചാലും യാ ഹബീബല്ലാഹ്, ഈ സ്വലാത്തുകൾ കണ്ടങ്ങ് പുഞ്ചിരിച്ചാലും യാ റസൂലല്ലാഹ്. മണിമുത്ത് നൂറേ, മണിമുത്ത് നൂറേ, കിനാവ് കണ്ട് ഞങ്ങളിന്ന് മദ്ഹ് ചൊല്ലി, മദ്ഹ് ചൊല്ലി. ഇത് ഉമറുൽ ഖാദിയല്ല, മഹാപണ്ഡിതനായ ഉമറല്ല, ഫഖീറായ ദരിദ്രനായ ഉമറാണ്. യർജുൽ അതാഅൽ ബുകാഇ ബിബാബികും വദ്ദമു മിൻ ഐനൈഹി സാല സജീമാ. വന്നിട്ട് കരഞ്ഞാൽ അങ്ങ് കനിയുമെന്ന പ്രതീക്ഷയിൽ വന്നതാണ് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഇവിടെ സുഹൈൽ ഫൈസി ഉസ്താദ് മദീനയിൽ ചെന്നുള്ള ഒരു ആശിഖിന്റെ വിലാപം എത്ര സുന്ദരമായിട്ടാണ് പാടിത്തന്നത്. അത് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കും. മദീന എന്ന പുണ്യനഗരിയിൽ ഉമർ ഖാദി എന്ന മഹാനായ പണ്ഡിതൻ ഒരു ഫഖീറായി മദീനത്തെ ആ മണൽ കാട്ടിൽ ചെന്നിരുന്ന ഹബീബിന്റെ പവിത്രമായ റൗളയിലേക്ക് നോക്കിയിട്ട് മനം നിറയെ ഈ വരികൾ ഇങ്ങനെ പാടുന്ന പോലെ വെറുതെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ, എന്റെ ഹൃദയത്തിരുളങ്ങുമാറാൻ. ഒന്നു തൊട്ടോട്ടെ അനുകമ്പ വരുമോ, ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ, ഈ ഹൃദയത്തിനിരുളങ്ങുമാറാൻ. ഒന്നു തൊട്ടോട്ടെ അനുകമ്പ വരുമോ, ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ, മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാവോ. ചെയ്തോട്ടെ തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ, തൂബാലകയെന്ന് ചൊല്ലാമോ മെല്ലെ. പവിത്രമായ കാൽപാദങ്ങളിൽ വീണ് ഞങ്ങൾ പടച്ചവനോടൊന്ന് തൗബ ചെയ്തോട്ടെ യാ റസൂലല്ലാഹ്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ തൂബാ തൂബാ, നിനക്ക് വിജയത്തിന്റെ ആശംസകളെന്ന് ഒന്ന് പറയുമോ യാ റസൂലല്ലാഹ്. വാഴ്ത്തിടുന്നു എന്നുമെന്നും മുത്ത് നൂറേ, മനം നൊന്ത് കേളിടുന്നു യാ റസൂലേ. വാഴ്ത്തിടുന്നു എന്നുമെന്നും മുത്ത് നൂറേ, മനം നൊന്ത് കേളിടുന്നു യാ റസൂലേ. പുണ്യതീർത്ഥം ഹൗലുൽ കൗസർ ഏകിടേണേ, മുത്തിൻ ശഫാഅത്തിലായി ചേർത്ത്
ചേർത്തിടേണേ ചേർത്തിടേണേ. മുഅ്മിനീങ്ങളെ, ഇത്ര സമയം നമ്മൾ തിരു ഹബീബിന്റെ മദ്ഹുകളിലൂടെ ഒരു ആത്മസഞ്ചാരം നടത്തുകയായിരുന്നു. ഇനി മദീന നമ്മുടെ കൽബിലേക്ക് കടന്നു വരണം. ആ മദീന എന്ന പുണ്യനഗരി നമ്മുടെ അകക്കണ്ണുകളിൽ നമ്മൾ ഇങ്ങനെ തെളിഞ്ഞു കാണണം. തിരു ഹബീബിന്റെ പവിത്രമായ ഹദറത്തിൽ ഒന്ന് ചെന്നു നിൽക്കണം. ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ പരാതികൾ ആ ഹബീബിന്റെ കാൽക്കൽ ചെന്നു പറയണം. ഈ പാപങ്ങളുടെ പാണ്ഡങ്ങളെല്ലാം മദീനയിൽ ചെന്നിറക്കി വെക്കണം. പവിത്രമായ ആ പച്ചക്കുമ്പയിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കവേ കണ്ണുകളിൽ നിന്നുതിർന്നു വീഴുന്ന ചുടു കണ്ണുനീരിനാൽ കൽബിന്റെ പാപക്കറകളെ കഴുകി കളയണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹബീബിന്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവ് കൊണ്ട് അനുഭവിച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്ന് പൂർണ്ണമായ ഹൃദയ സാന്നിധ്യത്തോടെ നമ്മൾ ഇനി മദീനയിലേക്ക് ഒരു ആത്മസഞ്ചാരം നടത്തുകയാണ്. ഈ ലൈറ്റുകളൊന്ന് ഓഫ് ചെയ്യാം. ഈ കാണുന്ന ഫോക്കസ് ലൈറ്റുകളെല്ലാം ഒന്ന് ഓഫ് ചെയ്യാം. പൂർണ്ണമായ ഇരുട്ടില് നമ്മുടെ ശ്രദ്ധയും ചിന്തയും മാറിപ്പോവാതെ പൂർണ്ണമായും നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും ഈ സദസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് ഈ പരിശുദ്ധമായ സദസ്സില് മദീനയിലേക്ക് നമ്മൾ ഒരു സഞ്ചാരം നടത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ മദീന നമ്മുടെ കൽബിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ്. ആ മദീനയുടെ ചിത്രമെങ്കിലും കാണാത്തവർ ഈ സദസ്സിലുണ്ടാവില്ല. മദീന ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കാത്തവരും ഈ സദസ്സിലുണ്ടാവില്ല. അല്ലാഹുവേ, ഈ പവിത്രമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എല്ലാവരെയും മദീന എന്ന പുണ്യ നഗരിയിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. ആ മദീനയിലെത്താതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കണ്ണുകൾ ഇങ്ങനെ പതുക്കെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. ഒരുപാട് ചിന്തകളുമായി തിരക്ക് പിടിച്ചോടുന്ന നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ശാന്തമാക്കൂ. ദുനിയാവിന്റെ സകല ചിന്തകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് സ്വതന്ത്രമാക്കൂ. ഇനി തിരക്കുകളില്ല, ഇനി മനസ്സിൽ പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല, വേദനകളില്ല. എല്ലാം നമ്മളൊന്ന് മറക്കുകയാണ്. എന്റെ വേദനകളെല്ലാം തീർക്കുവാൻ ഈ സ്വലാത്തുണ്ടല്ലോ എനിക്ക്. എന്റെ രോഗങ്ങൾ മാറുവാൻ ഈ സ്വലാത്തുണ്ടല്ലോ എനിക്ക്. എന്റെ പ്രയാസങ്ങൾ തീരാൻ ഈ സ്വലാത്തുണ്ടല്ലോ എനിക്ക്. എന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഈ സ്വലാത്തുണ്ടല്ലോ എനിക്ക്. എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ ഈ സ്വലാത്തുകൾ എനിക്ക് കൂട്ടായിട്ടുണ്ടല്ലോ എന്ന ആ ചിന്ത നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു ആശ്വാസം കൊണ്ടുവരും. എനിക്ക് എന്റെ ഹബീബുണ്ടല്ലോ, എന്റെ മുത്തുനബി തങ്ങളുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഉമ്മത്തിൽ ജനിച്ചു വീണു എന്നതിലപ്പുറം ഇനി എന്ത് സൗഭാഗ്യമാണ് രാജാതിരാജനായ റബ്ബിനോട് ഞാൻ ചോദിക്കേണ്ടത്. ഹബീബേ, അങ്ങ് ഞങ്ങളുടെ മുമ്പിലുള്ള കാലത്തോളം ഞങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരെല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുന്ന ഒരേ ഒരു നേതാവ് ല്ലയോ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഫാഅത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് കഴിയില്ലെന്ന് പറഞ്ഞ് മഹാന്മാരായ പ്രവാചകന്മാർ പോലും പിന്മാറുന്ന സമയത്ത് അനലഹാ ഞാനുണ്ടല്ലോ അതിന് ഇന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കുന്ന ഹബീബേ, ഞങ്ങളിൽ ഒരാൾ നരകത്തിൽ കിടക്കുന്നത് അങ്ങേക്ക് എത്ര പ്രയാസമുള്ള കാര്യമാണ്. ഞങ്ങളിൽ ഒരാൾ വേദനിക്കുന്നത് അങ്ങേക്ക് എത്ര പ്രയാസമുള്ള കാര്യമാണ്. ഞങ്ങളിൽ ഒരാൾ അല്ലാഹുവിന്റെ ശിക്ഷയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അങ്ങേക്ക് എത്ര അസഹനീയമാണ്. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്കു മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല.
ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളവേ, കരയുന്ന കൽബാലെ ഒരു പാപി പാടുന്നു, കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. മദീന എത്ര അകലെയാണ്, മദീന എത്ര അകലെയാണ്. ആ മദീനയിൽ നിന്ന് നമ്മുടെ ആത്മാവും അകലത്തിലാണോ? ഹബീബിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളും അകലത്തിലാണോ? എത്ര പാട്ടു പാടിയിട്ടും എത്ര രാവു തേടിയിട്ടും മുത്ത് നബി പൂമുഖം ഞാൻ കണ്ടതേയില്ല. എത്ര പാട്ടു പാടിയിട്ടും എത്ര രാവു തേടിയിട്ടും മുത്ത് നബി പൂമുഖം ഞാൻ കണ്ടതേയില്ല. അത്രയധികം ദൂരത്താണോ ഞാൻ, അത്രയധികം ദൂരത്താണോ ഞാൻ? ഹബീബേ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകലെയാണോ? ഈ ഹൃദയ വിലാപം അങ്ങ് കേൾക്കുന്നുണ്ടോ യാ റസൂലല്ലാഹ്? മുത്ത് പൂനബി സത്യപൂനീലാവേ, ഇഷ്കിൻ പാലാഴി തന്നവരേ, സ്നേഹമന്ദാരമേ അഴകിൻ പൊൻതൂവലേ, എന്നിലെമ്പാടും മോഹമില്ലേ, കാണാൻ കൽബുള്ളിൽ ദാഹമില്ലേ, മുത്ത് പൂനബിയേ സത്യപൂനീലാവേ, ഇഷ്കിൻ പാലാഴി തന്നവരേ, സ്നേഹമന്ദാരമേ അഴകിൻ പൊൻതൂവലേ, എന്നിലെമ്പാടും മോഹമില്ലേ, കാണാൻ കൽബുള്ളിൽ ദാഹമില്ലേ. സമ്പത്തിനില്ല, സമ്പാദ്യങ്ങളില്ല, റൗളയിലെത്താൻ വഴിയായിട്ടൊന്നുമില്ല. സമ്പത്തിനില്ല, സമ്പാദ്യങ്ങളില്ല, റൗളയിലെത്താൻ വഴിയായിട്ടൊന്നുമില്ല. തിരുമുമ്പിലെത്താൻ മാർഗങ്ങളേതുമില്ല. തേടും തേട്ടമുണ്ട്, കൽബിൽ ദാഹമുണ്ട്, ആശാഗതാരിലാറായുണ്ട്. എന്നും റബ്ബോട് തേടാറുണ്ട്. മദീന എന്ന പുണ്യനഗരിയിലേക്ക് ഒരു തൂവൽ പക്ഷിയെ പോലെ നമ്മുടെ ആത്മാവ് ഇങ്ങനെ പറന്നു പറന്നു പോവുകയാണ്. അറബിക്കടലും കടന്ന്, മാമലകളും കടന്ന്, മരുക്കാടുകളും കടന്ന്, ഈത്തപ്പനത്തോട്ടങ്ങളും കടന്ന്, മഹാനഗരങ്ങളും കടന്ന് മദീന എന്ന പുണ്യനഗരിയിൽ ഒരു മാടപ്രാവിനെ പോലെ നമ്മുടെ ആത്മാവിങ്ങനെ പറന്നിറങ്ങുകയാണ് വിശുദ്ധമായ മദീനയിൽ. തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ പവിത്രമായ മണ്ണിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്.
ഈ അകക്കണ്ണിൽ നമ്മൾ കാണുന്നത് വിശുദ്ധമായ മദീനയിലെ ആ വെള്ളക്കൊട്ടാരമാണ്. നാം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നിൽക്കുന്നത് മസ്ജിദുൻ നബവി എന്ന തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹനീയമായ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലാണ് എന്ന് വെറുതെ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കൂ. ഒന്ന് കണ്ണടച്ച് ഞാനിപ്പോ നിൽക്കുന്നത് ആ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലാണെന്ന് വെറുതെ ഒന്ന് മനസ്സിനോടൊന്ന് പറഞ്ഞു നോക്കൂ. സുന്ദരമായ കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ഒരു കൊട്ടാരം പോലെ അലങ്കൃതമായി നിൽക്കുന്ന തിരു ഹബീബിന്റെ പരിശുദ്ധമായ പള്ളി മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ തൂണുകളിൽ ഓരോന്നും നമ്മുടെ മാറോട് ചേർക്കാൻ നമ്മുടെ മനസ്സ് വെമ്പുകയാണ്. അവിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ഓരോ മുക്കുമൂലകൾ ഈ കൈകളെ കൊണ്ടിങ്ങനെ തൊട്ടു തലോടാൻ നമ്മളുടെ ആത്മാവ് വല്ലാതെ തുടിക്കുകയാണ്. തിരു ഹബീബിന്റെ സാന്നിധ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സുകൊണ്ട് അനുഭവിച്ചറിയുകയാണ്. നബിയേ ഞാൻ മദീനയിലുണ്ട്, വിതുമ്പുന്ന ഹൃദയവും കൊണ്ട്. നബിയേ ഞാൻ മദീനയിലുണ്ട്, വിതുമ്പുന്ന ഹൃദയവും കൊണ്ട്. അരികത്തു വരാൻ പേടിയുണ്ട്, അലീമായ ഹദറത്ത് കണ്ട്. അരികിലേക്ക് വരാൻ ഞങ്ങൾക്ക് പേടിയുണ്ട് റസൂലല്ലാഹ്. ഞങ്ങൾ ചെയ്തു കൂട്ടിയത് അത്രമേൽ വലിയ അപരാധങ്ങളാണ് ഹബീബേ. ഹറാമിന്റെ കുപ്പത്തൊട്ടികളിൽ കിടക്കുന്ന ഞങ്ങൾക്ക് അരികിൽ വരാൻ യോഗ്യതയുണ്ടോ ഹബീബേ? ഈ കണ്ണുകളെ കൊണ്ട് ഞങ്ങൾ കണ്ടുകൂട്ടിയ ഹറാമുകൾ എത്രയാണ്, ഈ നാവ് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഹറാമുകൾ എത്രയാ, ഈ കൽബിൽ ഞങ്ങൾ താലോലിച്ച ഹറാമിന്റെ ആഗ്രഹങ്ങൾ എത്രയാ, ഈ കാലുകൊണ്ട് ഞങ്ങൾ നടന്നുപോയ തെറ്റുകൾ എത്രയാ. അങ്ങയോട് ഞങ്ങൾ പരാതികളൊന്ന് പറഞ്ഞോട്ടെ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ارتكبت على الخطا غير حصر وعدا لك اشكو فيه يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي. ചിരിയും കളിയും തമാശകളും തിരക്കുകളുമായി ഓടി നടക്കുന്ന നമ്മൾ ഒരല്പ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ മുത്തനബി തങ്ങളെ അള്ളാഹു കാണിക്കുമത്രേ. നന്മകളും ഹബീബായ തങ്ങൾ കാണുമത്രേ, തിന്മകളും ഹബീബായ തങ്ങൾ കാണുമത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നന്മ ചെയ്യുമ്പോൾ മുത്തുനബി തങ്ങൾ വല്ലാതെ സന്തോഷിക്കും. ഈ ഉമ്മത്തിലെ ഏതൊരാൾ നന്മ ചെയ്യുന്നതും ഹബീബിന് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെ മേൽ അള്ളാഹുവിനെ സ്തുതിക്കും. ആ നന്മകൾ ചെയ്യാൻ കാരണക്കാരനായതിന്റെ പേരിൽ അള്ളാഹുവിനെ വാഴ്ത്തും. നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റുകളും മുത്തുനബി തങ്ങൾ കാണും. വല്ലാതെ വേദനിക്കും. അവിടുത്തെ മനസ്സ് വല്ലാതെ വിഷമിക്കും. ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പടച്ചോനെ, എന്റെ ഉമ്മത്തിലെ മനുഷ്യനാണ്, പുറത്തു കൊടുക്കണേ എന്ന് ഓർത്തു നോക്കൂ സഹോദരങ്ങളെ. ജീവിതത്തിലൂടെ കടന്നുപോയ ഹറാമുകൾ, തെറ്റായ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിനോട് നമ്മൾ കാണിച്ച ധിക്കാരങ്ങൾ, മുത്തുനബിതങ്ങളോട് നമ്മൾ കാണിച്ച നന്ദികേടുകൾ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരട്ടെ. നമ്മൾ മറന്നാലും അത് അള്ളാഹു മറന്നില്ല. നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയാലും അള്ളാഹുവിന്റെ പുസ്തകത്തിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നില്ല. ആരുടെ മുമ്പിൽ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും പടച്ചവന്റെ മുമ്പിൽ അത് ഒളിപ്പിച്ചു വെക്കാൻ സാധ്യവുമല്ല. തെറ്റുകളൊക്കെ മനസ്സിലൊന്ന് വരട്ടെ. നമ്മൾ എത്ര വലിയവനാണെങ്കിലും, ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്ര മാന്യനാണെങ്കിലും, ബഹുമാനിക്കപ്പെടുന്നവരാണെങ്കിലും, ആളുകളുടെ മുമ്പിൽ നമ്മൾ ആദരണീയനാണെങ്കിലും നമ്മുടെ തെറ്റുകളൊക്കെ ഒന്ന് മനസ്സിൽ വരട്ടെ. ആ തെറ്റുകൾ തിരു ഹബീബിനെ വേദനിപ്പിച്ചിട്ടുണ്ടത്രേ. ഈ ഉമ്മത്തിലെ ഓരോരുത്തർ തെറ്റുകൾ ചെയ്യുമ്പോഴും അവിടുന്ന് വല്ലാതെ വേദനിക്കുമത്രേ. എന്തിന് നമ്മൾ ഈ ഹറാമുകളെ കൊണ്ട് ഹബീബിനെ വേദനിപ്പിച്ചു?
ഈ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തനബി തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു നന്മയെങ്കിലും നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുമോ? എന്നാൽ തെറ്റുകളാവട്ടെ പർവ്വത സമാനമായ കൂമ്പാരങ്ങളായി നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. തെറ്റുകളുടെ പരാതികൾ ഹബീബിന്റെ മുമ്പിൽ ഒന്ന് വെക്കൂ. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അങ്ങ് ഞങ്ങളോട് കാണിച്ച സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നബി. അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചപ്പോൾ ഞങ്ങൾ അങ്ങയോട് കാര്യം ചെയ്തവരാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ അങ്ങയെ പ്രയാസപ്പെടുത്തിയവരാണ്. ഞങ്ങളോട് പൊറുക്കൂ യാ റസൂലല്ലാഹ്. അങ്ങയെ വേദനിപ്പിച്ചതിന് അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുമോ യാ ഹബീബല്ലാഹ്. തെറ്റുകളുമായി നമുക്ക് എങ്ങനെയാണ് മദീനയിലേക്ക് അടുക്കാൻ കഴിയുക? ചീഞ്ഞു നാറുന്ന ഹറാമിന്റെ മറാപ്പുമായി എങ്ങനെയാണ് ആ മദീനയുടെ മണ്ണിൽ നമുക്ക് നിൽക്കാൻ കഴിയുക? നബിയേ ഞാൻ മദീനയിലുണ്ട്, വിതുമ്പുന്ന ഹൃദയവും കൊണ്ട് അരികത്തു വരാൻ പേടിയുണ്ട്. അലീമായ ഹദറത്ത് കണ്ട് മദീനത്ത് പോയിടുവാൻ പുതിയ മണിമുത്തിനിഷ്ടമായിടുമോ പേടിയാ? മദീനത്ത് പോയിടുവാൻ പുതിയ മണിമുത്തിനിഷ്ടമായിടുമോ പേടിയാ? ഒരു വശത്ത് മദീനയിൽ ചെല്ലാനുള്ള ആഗ്രഹം മനസ്സിൽ തിളച്ചു മറിയുമ്പോൾ, മറുവശത്ത് ഈ തെറ്റുകളുമായി ഞാൻ മദീനത്ത് വന്നാൽ ഹബീബിനെ ഇഷ്ടപ്പെടുമോ? അവിടുന്ന് സ്വീകരിക്കുമോ? അവിടുന്ന് മുഖം തിരിച്ചു കളയുമോ എന്ന ആശങ്കയാൽ വല്ലാത്ത പേടിയുമുണ്ട്. മഹബത്ത് നാവിൽ മാത്രം ബാക്കിയാ, മഹബത്ത് നാവിൽ മാത്രം ബാക്കിയാ, മരണത്തിൻ മുമ്പേ വിളി വരില്ലേ ഹാദിയാ? അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്ന ഈ വാക്കുപോലും കളവായി പോകുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു യാ റസൂലല്ലാഹ്. കപടവിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഈ ഹൃദയത്തിൽ നിന്ന് അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്കുപോലും കളവായി പോകുമോ? ഈമാൻ കുറഞ്ഞ ഞങ്ങൾ, തഖ്വയില്ലാത്ത, ഇഖ്ലാസില്ലാത്ത, ഇൽമില്ലാത്ത, അമലില്ലാത്ത ഞങ്ങൾ അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ഒരു തുള്ളി കണ്ണുനീരല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല യാ റസൂലല്ലാഹ്. റസൂലന്റെ ഖൽബിൽ നിറഞ്ഞു എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല. ത്വയ്ബ മദീനത്തെ ചിത്രങ്ങൾ കണ്ടു, അതല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല. റസൂലന്റെ ഖൽബിൽ നിറഞ്ഞു എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല. എത്ര കാലമായി സ്വലാത്തുകൾ ചൊല്ലി നടക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി മദഹുകൾ പാടുകയും കേൾക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതേ ഖൽബിന്റെ ഉള്ളിലേക്ക് ആ നൂറ് കടന്നു വരാത്തത് കരിങ്കല്ല് പോലെ കടുത്തുപോയോ? ഹബീബിന്റെ നൂറ് കടന്നു വരാതിരിക്കാത്ത വിധം തെറ്റുകളുടെ കോട്ടകളെ കൊണ്ട് നമ്മുടെ ഹൃദയം വലയം ചെയ്യപ്പെട്ടുവോ? എല്ലാരും ചൊല്ലുന്നു പുന്നാര നബിയൊന്ന് കനിയുകിൽ ഇരുലോകമിക ജീവിതം. ഇല്ലാത്ത തെറ്റില്ല, എല്ലാം നുണഞ്ഞിന്ന് ദുനിയാവിലലയുന്നി ദുരജീവിതം. ഇല്ലാത്ത തെറ്റില്ല, എല്ലാം നുണഞ്ഞിന്ന് ദുനിയാവിലലയുന്നി ദുരജീവിതം. എന്നാലും അല്ലാഹുവിൻ
കാരുണ്യം തേടുന്നു എൻ്റെ മനം. എല്ലാറ്റിനേക്കാളും നബിയുള്ള വലുതാണെന്നറിയുന്നു എൻ്റെ മനം. അല്ലാഹുവിൻ്റെ റസൂലേ, അഖിലാണ്ട ലോക നേതാവേ. മദീന എന്ന പരിശുദ്ധമായ നാട്ടില് മസ്ജിദുൻ നബവി എന്ന ഹബീബിന്റെ വെള്ളക്കൊട്ടാരത്തിന്റെ തിരുമുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് മനസ്സ് നിറയെ ആ സ്നേഹ സാന്നിധ്യം ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞ് ഖൽബ് നിറയുവോളം ആ ഹബീബിനോട് സ്വലാത്തും സലാമും ചൊല്ലി ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികളെ സാക്ഷിയാക്കി വിതുമ്പി വിറക്കുന്ന ചുണ്ടുകളോടെ നമ്മുടെ തെറ്റുകൾ ആ കണ്ണുനീർ കൊണ്ടൊന്ന് കിഴുകിക്കളയണ്ടയോ. അസ്സലാത്തു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ചൊല്ലു അസ്സലാത്തു. മനസ്സറിഞ്ഞു ചൊല്ലോ, കൽബിൽ മദീനയാ ചൊല്ലിക്കൊണ്ടിരിക്കൂ. അസ്സലാത്തു. കൽബിന്റെ ദാഹമൊന്നു മാറട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു. ചൊല്ലിക്കൊണ്ടേയിരിക്കൂ, മനസ്സിന്റെ ദാഹം തീരുവോളം, തെറ്റുകൾ ഇങ്ങനെ ഉതിർന്നുതിർന്ന് വീഴുവോളം, തെറ്റുകളുടെ കറകളിൽ നിന്ന് നമ്മുടെ കൽബുകൾ ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ, തിരു ഹബീബ് നമ്മെ നോക്കുന്നത് വരെ, അവിടുന്ന് നമ്മെ മദീനയിലേക്ക് വിളിക്കുന്നത് വരെ മനസ്സറിഞ്ഞു ചൊല്ലൂ. അസ്സലാത്തു വസ്സലാമു അലൈക റസൂലല്ലാഹ്. സ്വലാത്തു. ഹബീബ് നമ്മെ കാണുന്നുണ്ടോ? അവിടുന്ന് സന്തോഷിക്കുന്നുണ്ടോ? അവിടുന്ന് പുഞ്ചിരിക്കുന്നുണ്ടോ? ഒരു പ്രവാഹം പോലെ ഈ സ്വലാത്തുകൾ ഇങ്ങനെ മദീനയിലേക്ക് ഒഴുകട്ടെ. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഖൽബിൽ മദീനയാണ്, മദീനയാണ് മദീന, മദീന 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 മദീന. സ്വലാത്ത് സലാമു അലൈക യാ റസൂലല്ലാഹ്. അകലെയാണ് റൗള, അവിടെയാണ് ജീവ, അവിടെ കണയുവാൻ ജീവൻ വെടിഞ്ഞിടാൻ. റൗളയിലാണെന്റെ റൂഹ് പിരിയുന്നതെങ്കിൽ അതിലേറെ നേട്ടമുള്ളൊരു സൗഭാഗ്യമിനി എന്താ. അഹദായ തമ്പുരാനെ വിധി എന്നിൽ ചേർത്തിടണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആചാരത്തണയും നാൾ, ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശിഖല്ല ഞാൻ. ആചാരത്തണയും നാൾ, ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശിഖല്ല ഞാൻ. എന്നാലും എൻ്റെ നബിയേ, മനം വിങ്ങുമെൻ്റെ വരികൾ കാരണമായി എന്നെ റൗളയിൽ ചേർത്തിടണേ. കാണുവാൻ പൂതിയാലെ ഈ
കാണുവാൻ പൂതിയാലെ ഈ പാപി പാടുന്നേ കാണുവാൻ പൂതിയാലെ ഈ പാപി പാടുന്നേ കാണുവാൻ പൂതിയാലെ ഈ പാപി പാടുന്നേ സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ ഈ കൽബിന്റെ ഉള്ളിൽ മദീന മാത്രമാണ് പഠിച്ചോനെ. ഈ കൺമുമ്പിൽ ആ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ യശോദാവല്യം പൂത്തമാണ് റബ്ബേ. ഞങ്ങളുടെ കൽബ് എല്ലാം മറന്നു നിൽക്കുകയാണ്. മദീന മാത്രം ഞങ്ങളുടെ കൽബിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഞങ്ങളുടെ നാവിന് പദം വന്നിരിക്കുകയാണ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഹബീബിന്റെ തണലിൽ ഞങ്ങളെ നീ ചേർക്കണേ റബ്ബേ. ഒരു കാര്യമാണ് നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാതാപിതാക്കളും മക്കളും ഓടി ഒളിക്കുന്ന മഹ്ശറയിൽ ഒരാളും ഞങ്ങളെ രക്ഷപ്പെടുത്താനില്ല. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഭീകര ലോകത്ത് ഹബീബിന്റെ സാമീപ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു നാളിൽ മഹ്ശറ സഭ കൊള്ളേ വരും ഞാനേ. ഒരു നാളിൽ മഹ്ശറ സഭ കൊള്ളേ വരും ഞാനേ. കൊടും ചൂടിൽ അർശിന്റെ തണലേകൂ സുബ്ഹാനേ. തണലേകൂ സുബ്ഹാനേ. മുറാദി ആഖിറം അല്ലാഹ് മുറാദി നിൻ ലിഖാ അല്ലാഹ്. മുറാദി ആഖിറം അല്ലാഹ് മുറാദി നിൻ ലിഖാ അല്ലാഹ്. നിന്നെ കാണേണ്ട കണ്ണുകളാണ് നിന്റെ നൂറിനെ കാണുന്ന കണ്ണാണിത്. ഈ കണ്ണുകൾ ഞങ്ങൾ ഹറാമുകൾ കണ്ടു മലിനപ്പെടുത്തി അല്ലാഹ്. ഈ കണ്ണുകളിൽ ഹറാമിന്റെ കറകളാണ് റബ്ബേ. ഹബീബിന്റെ മുഖത്തേക്ക് ഞങ്ങളെങ്ങനെ ഈ കണ്ണുകളെ കൊണ്ടു നോക്കും. ഈ പാപത്തിന്റെ ദുർഗന്ധവുമായി മഹ്ശറയിലേക്ക് ഞങ്ങൾ വരും. എങ്ങനെ ഹബീബിന്റെ അരികിലേക്ക് ഞങ്ങൾ അടുക്കുമല്ലാഹ്. അവിടുന്ന് ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുമ്പോ ഈ കയ്യും നീട്ടി ഞങ്ങളെ തന്നാൽ, ഈ കയ്യും നീട്ടി ഞങ്ങൾ ചെന്നാൽ ഈ കൈകളിൽ പുരണ്ട ഹറാമിന്റെ കറകൾ കണ്ട് വിധങ്ങൾ ഞങ്ങളെ തട്ടി മാറ്റുമോ സുഖമെല്ലാം മറക്കുന്ന സുഖമുണ്ടാ സുവർഗത്തിൽ സമാധിന്റെ ലിഖായാണ്. അതേ ഹംദുടയോനെ, അതേ ഹംദുടയോനെ. മുറാദി ആഖിറം അല്ലാഹ് മുറാദി നിൻ ലിഖാ അല്ലാഹ്. മുറാദി ജന്നത്താണ് അല്ലാഹ് മുറാദി ജന്നത്താണ് അല്ലാഹ്. സ്വർഗീയ ലോകത്ത് എന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ടോ? ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലെ സ്വർഗീയ പൂങ്കാവനത്തിൽ ലക്ഷോപലക്ഷം വരുന്ന ആശിഖീങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹനീയമായ സദസ്സിൽ ഏറ്റവും അവസാനത്തെ വരിയിലെ ഒരു മൂലയിലെങ്കിലും കയറി കൂടിയിരിക്കാൻ ഈ പാപികൾക്ക് അവസരം നൽകണേ അല്ലാഹ്.
സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 10 മണി എന്നാണ് സമയം പറഞ്ഞിരുന്നത്. ഇനി ദുആയുണ്ട്. മണിക്കൂർ ഇപ്പൊ തന്നെ വൈകിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. കണ്ണുനീരിന്റെ അകമ്പടിയോടെ വിശുദ്ധമായ മദീനയിലേക്ക് മനസ്സിനെ കൊണ്ടുപോയ മുഅ്മിനീങ്ങൾ സഹോദരിമാരി സദസ്സിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. പഠിച്ചോനെ, സാധുക്കളുടെ ബർക്കത്തോടെ ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. എത്രയോ ദൂരങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ സദസ്സിലേക്ക് വന്ന നിന്റെ ഹബീബിനെ മാത്രം മനസ്സിൽ കണ്ടുവന്ന മുഅ്മിനീങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ പോലും അവരുടെ ചൂടുകൾ സ്വലാത്ത് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ആ നല്ല മുഅ്മിനീങ്ങളുടെ ബർക്കത്തും പഠിച്ചോനെ, ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു തരണേ റബ്ബേ. ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മകളിൽ ഒന്ന് നേടിയെടുത്ത് ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഘനീഭവിച്ചിട്ടുള്ള ഹറാമിന്റെ കറകളെ ഈ കണ്ണുനീരുകൊണ്ട്, ഈ സ്വലാത്തിന്റെ ശക്തി കൊണ്ട് നീ കഴുകി തരണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അഭിവന്ദരായ സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.